ബംഗാൾ ഗവർണർ ഡോക്ടർ സി.വി. ആനന്ദ ബോസ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായുമായി കൂടിക്കാഴ്ച നടത്തി. ബംഗ്ലാദേശ്, ഭൂട്ടാൻ, നേപ്പാൾ എന്നീ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഗ്രാമങ്ങളിൽ സന്ദർശനം നടത്തിയ ശേഷമായിരുന്നു ഗവർണർ ഡൽഹിയിലെത്തിയത്. അതിർത്തി ഗ്രാമങ്ങൾ കേന്ദ്രീകരിച്ച് നടന്നുവരുന്ന സേനാ മേധാവികൾ, ഗ്രാമവാസികൾ, ജനപ്രതിനിധികൾ, വിദ്യാർത്ഥികൾ, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവരുമായും കൂടിക്കാഴ്ചകൾ നടത്തി വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്തു. അതിർത്തി ഗ്രാമസമ്പർക്ക പരിപാടികളുടെ പുരോഗതിയും ഫലങ്ങളും നിരീക്ഷിക്കുന്നതിനായി രാജ്ഭവനിൽ ഒരു അമർഗ്രാം ആക്ടിവിറ്റീസ് മോണിറ്ററിംഗ് സെൽ സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട്. മയക്കുമരുന്ന്, ആയുധങ്ങൾ, വ്യാജ കറൻസി, വന്യജീവി ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ കള്ളക്കടത്തും മനുഷ്യക്കടത്തും തീവ്രവാദ പ്രവർത്തനങ്ങളും തടയുന്നതിന് അതിർത്തി ഗ്രാമങ്ങളിൽ സായുധ സേന, സർക്കാർ സംവിധാനങ്ങൾ, സാമൂഹിക സംഘടനകൾ എന്നിവ നടത്തുന്ന പ്രവർത്തനങ്ങളും ജനക്ഷേമ പദ്ധതികളും നിരീക്ഷിക്കുകയായിരുന്നു ഗവർണറുടെ പ്രധാന സന്ദർശനോദ്ദേശം. ഒപ്പം കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള അവബോധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുകയും. ജനുവരി ആദ്യവാരം നോർത്ത് 24 പർഗാനാസ് ജില്ലയിൽ സുന്ദർബൻ മേഖലയിലെ ബാംഗ്രയും, രണ്ടാം വാരം പൂർബ ബർധമാനിൽ ഔസ്ഗ്രാമിലെ സംഘടങ്ക എന്ന ഗോത്ര പ്രദേശവും ഡോക്ടർ ആനന്ദ ബോസ് സന്ദർശിച്ചു. അഭ്യൂഹങ്ങളും ആശങ്കകളും നിലനിൽക്കുന്ന ഭാരത നേപ്പാൾ, ഭാരത ഭൂട്ടാൻ അതിർത്തി മേഖലകളിലായിരുന്നു മാർച്ച് ആദ്യവാരത്തിലെ പര്യടനം. ആ സന്ദർശനവും കൂടിക്കാഴ്ചകളും വിവരശേഖരണവും ദേശീയ തലത്തിൽ ശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു. BSFന്റെ ഫ്ലോട്ടിംഗ് ബോർഡർ ഔട്ട് പോസ്റ്റുകൾ, ഭൂട്ടാൻ അതിർത്തിയിൽ അലിപൂർദ്വാർ ജില്ലയിലെ ഡോട്ടോപാര ആദിവാസി ഗ്രാമം, കിഴക്കൻ നേപ്പാളിലേക്കുള്ള പ്രവേശന കവാടമായ പാനിറ്റാങ്കി ഔട്ട് പോസ്റ്റിന് കീഴിലെ പഴയ മേച്ചി പാലം, ചെക്ക് പോസ്റ്റ്, ഗോർസിംഗ് ബസ്റ്റി അതിർത്തി ഔട്ട് പോസ്റ്റ്, സശസ്ത്ര സീമാബലിന്റെ സിലിഗുരി ഫ്രണ്ടിയർ ബറ്റാലിയന്റെ പ്രവർത്തന മേഖല, സാംഗ്രാം ജില്ലയിൽ ഗോവിന്ദപൂരിലെ ഗോത്രവർഗ പ്രദേശം എന്നിവ നിരീക്ഷിച്ച ഗവർണർ സേനാ മേധാവികൾ, ഗ്രാമവാസികൾ, ജനപ്രതിനിധികൾ, വിദ്യാർത്ഥികൾ, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവരുമായി കൂടിക്കാഴ്ച നടത്തി നിർണായക വിവരങ്ങൾ ശേഖരിച്ചു. സിലിഗുരി ഇടനാഴിയിൽ സശസ്ത്ര സീമാബലിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന സുരക്ഷാ ജാഗ്രതാ പ്രവർത്തനങ്ങളും ഗവർണർ വിലയിരുത്തി. തീവ്രവാദത്തിന്റെയും വിഘടന പ്രവർത്തനങ്ങളുടെയും പ്രഭവ കേന്ദ്രമായിരുന്ന ചിക്കൻ നെക്ക് മേഖലയിൽ കുറഞ്ഞ കാലയളവിൽ 100 കണക്കിന് ആളുകളെ അതിർത്തി സേന പിടികൂടുകയും അതിക്രമങ്ങൾ തടയുകയും ചെയ്തിരുന്നു. അതിർത്തി ഗ്രാമസമ്പർക്ക പരിപാടികളുടെ പുരോഗതിയും ഫലങ്ങളും നിരീക്ഷിക്കുന്നതിനായി രാജ്ഭവനിൽ ഒരു അമർഗ്രാം ആക്ടിവിറ്റീസ് മോണിറ്ററിംഗ് സെൽ സ്ഥാപിച്ചിട്ടുണ്ട്.